السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിർ 29-ാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്തത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, വ അഖാമുസ്സലാഹ്, നമസ്കാരം നിലനിർത്തുകയും ചെയ്തവർ, വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പിണയാത്ത ഒരു വ്യാപാരമാകുന്നു അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത്. ലിയുവഫിയഹും ഉജൂറഹും, അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. വയസീദഹും മിൻ ഫദ്ലി, പുറമെ അള്ളാഹുവിൻ്റെ ഔദാര്യം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും. ഇന്നഹു ഗഫൂറുൻ ഷകൂർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരോട് അങ്ങേയറ്റത്തെ നന്ദിയോടുകൂടി ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നവനും ആകുന്നു. ഈ ആയത്തിൽ 3 മുഖ്യമായ കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് നമസ്കാരമാണ്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് നമസ്കാരം. പിന്നീട് പറയുന്നത് രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുന്നതിനെക്കുറിച്ചാണ്. സകാത്ത് ഉൾപ്പെടെയുള്ള ധനവ്യയമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിൻ്റെ 2 മുഖ്യമായ തൂണുകളെയാണ് ഇവിടെ പരാമർശിച്ചത്. എന്നാൽ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്നായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന കാര്യം, അതാണ് അല്ലാഹു തആല മുന്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ. അത് കഴിഞ്ഞിട്ടാണ് വ അഖാമുസ്സലാഹ്, നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സക്കാത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലുടനീളം നമസ്കാരത്തോടൊപ്പം എടുത്തു പറഞ്ഞിട്ടുള്ളതാകുന്നു സക്കാത്ത്. എന്നാൽ ആ 2 തൂണുകളെക്കാൾ മുന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന അമലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ ഖുർആൻ പാരായണമാണെന്ന് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹ ഫർളാണ് ഓരോ റക്അത്തിലും. പുറമെ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഖുർആനിൽ നിന്ന് അല്പഭാഗം വീണ്ടും പാരായണം ചെയ്യണം. അതെല്ലാം കൂടെ ഒന്നിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ
ഏറ്റവും കൂടുതൽ സമയം നാം വിനിയോഗിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് പോലും ഖുർആൻ പാരായണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമസ്കാരത്തെക്കാൾ മുന്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ 3 കർമ്മങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു തആല പറഞ്ഞ കാര്യം, യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പിണയാത്ത വ്യാപാരമാകുന്നു, കച്ചവടമാകുന്നു അവർ പ്രതീക്ഷിക്കുന്നത്, അവർ കൊതിക്കുന്നത്. കച്ചവടം എന്നാൽ ലാഭ നഷ്ട സാധ്യതയുള്ളതാണ്. വെറും ലാഭം മാത്രം ലഭിക്കുന്ന കച്ചവടമില്ല, നഷ്ടസാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ പറയുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ പാരായണം, നമസ്കാരം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക, അതൊരിക്കലും നഷ്ടം പിണയാത്ത ഒരു കച്ചവടം എന്നാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ അവസാനിപ്പിച്ചില്ല, ലിയുവഫിയഹും ഉജൂറഹും, അവരുടെ ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് പൂർത്തീകരിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. വയസീദഹും മിൻ ഫദ്ലിഹി, മാത്രമല്ല അല്ലാഹു തആല അവന്റെ ഔദാര്യത്താൽ അവർക്ക് കൂടുതൽ കൂടുതൽ പുണ്യവും പ്രതിഫലവും വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാകുന്നു. പിന്നെ പറയുന്നത് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം അനുഷ്ഠിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് അല്ലാഹു തആല ഈ പ്രതിഫലമെല്ലാം നൽകും. മാത്രമല്ല, ഇന്നഹു ഗഫൂർ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അമലുകൾ കൂടിയാകുന്നു ഇത്. അപ്പോൾ നാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുന്നു. ഷക്കൂർ, അങ്ങേയറ്റത്തെ നന്ദിയോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് മാത്രം പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതൊരു ഖുർആൻ തജ്വീദ് ക്ലാസിൻ്റെ ഒരു പരമ്പര, 4 or 5 ക്ലാസ്സുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പരയുടെ തുടക്കം എന്ന നിലക്ക് ആ ഖുർആൻ പാരായണത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യമായി നാം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഏതാനും കാര്യങ്ങൾ ആമുഖമായി ഇവിടെ പറയുന്നത്. ഏതാനും ഹദീസുകൾ കൂടി ഖുർആൻ പാരായണ സംബന്ധമായി ഉദ്ധരിച്ചുകൊണ്ട് നാം തജ്വീദ് നിയമങ്ങൾ വിവരിക്കുന്നതിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇമാം നബവി അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ റിയാദുസ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ ബാബുൻ ഫീ ഫദ്ലി ഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠത എന്ന അധ്യായത്തിൽ ധാരാളം ഹദീസുകൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1, 2, 3, 4 ഹദീസുകൾ മാത്രം ഉദ്ധരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്ന്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ പ്രാവീണ്യം നേടിയവർ, അതിൽ വ്യുൽപ്പത്തി നേടിയവർ, അഹ്കാമു തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ സ്ഥാനം? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അത്യാദരണീയരായ അത്യുന്നതരായ മലക്കുകളോടൊപ്പമാകുന്നു അവരുടെ സ്ഥാനം. പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ വേറെ ഒരു കർമ്മങ്ങളെക്കുറിച്ചും അത്യാദരണീയരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല, ഈ പരിശുദ്ധ ഖുർആൻ പാരായണമല്ലാതെ. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വ്യുൽപ്പത്തി നേടിക്കഴിഞ്ഞാൽ അത് അഹ്കാമു തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ നാം പഠിച്ചു കഴിഞ്ഞാൽ ഈ മലക്കുകളോടൊപ്പമാണ് നമ്മുടെ സ്ഥാനം. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ, രണ്ട് കാര്യങ്ങളല്ലാതെ അസൂയാർഹമായി ഇല്ല. ഇവിടെ അസൂയ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ എനിക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ അസൂയ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് ഈ ഹദീസിന്റെ ഷർഹിൽ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ, അങ്ങനെ അസൂയാർഹമായ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഏതാണത്? ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ തജ്വീദോട് കൂടി പാരായണം ചെയ്യാനുള്ള കഴിവ് നൽകി. എന്നിട്ടോ ആ പാരായണം നൽകിയ ശേഷം ആ കിതാബ് പൂട്ടിവെക്കുകയല്ല ചെയ്തത്. ഫഹുവ യഖൂമു ബിഹി ആനാഅൽ ലൈലി വ ആനാഅൻ നഹാർ, രാത്രിയുടെ അറ്റങ്ങളിലും പകലിന്റെ അറ്റങ്ങളിലും അദ്ദേഹം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം, ഇശാ മഗ്രിബിക്കിടയിൽ, അതുപോലെ തന്നെ ഫജ്ർ നമസ്കാരത്തിന്റെ സമയം, ഒന്നുകിൽ ഫജ്റിന്റെ മുൻപ് അല്ലെങ്കിൽ ഫജ്ർ നമസ്കാരത്തിന് ശേഷം, ഇങ്ങനെ രാവിന്റെയും പകലിന്റെയും അറ്റങ്ങളിൽ അഥവാ ജീവിതത്തിലുടനീളം ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. അത് അസൂയാർഹമായ സംഗതിയാകുന്നു എന്ന് ഈ ഹദീസിൽ പറയുകയാണ്. രണ്ടാമത്തേത് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും ഒന്നോടിച്ച് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ധനം നൽകി, സാമ്പത്തിക ശേഷി നൽകി. അദ്ദേഹം അത് രാവിലും പകലിലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അസൂയാർഹമായി ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അടുത്തത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറ വൻസഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും വിചാരണ ചെയ്ത ശേഷം സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്ക് വിധിക്കുന്നു. അവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. അങ്ങനെ സ്വർഗ കവാടത്തിലെത്തുമ്പോൾ മലക്കുകൾ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് അവർക്ക് സ്വാഗതം ഓതുന്നു, അവർക്ക് സലാം പറയുന്നു. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരോട് പറയപ്പെടുക? യുഖാലു ലി സ്വാഹിബിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുകയും അങ്ങനെ ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്ത സ്വാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട് പറയപ്പെടും, ഇഖ്റ വർത്തഖി, താങ്കൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അങ്ങനെ ഈ സ്വർഗത്തിന്റെ പടവുകൾ പദവികൾ കയറിപ്പോയിക്കൊള്ളുക. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, താങ്കൾ ഈ ഐഹിക ജീവിതത്തിൽ എപ്രകാരമാണോ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് അപ്രകാരം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഫഇന്ന മൻസിലതിക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, ഈ സ്വർഗലോകത്തിൽ താങ്കളുടെ സ്ഥാനം, താങ്കളുടെ പദവി എവിടെയാണെന്ന് വെച്ചാൽ അവസാനമായി താങ്കൾ പാരായണം ചെയ്യുന്ന ആയത്ത് ഏതാണോ അവിടെയാണ്. അപ്പോൾ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുന്നു, സ്വർഗത്തിന്റെ ഓരോ ദറജകൾ ഉയർന്നുയർന്നു പോകുന്നു. എന്താണ് ഈ ദറജകൾ തമ്മിലുള്ള, ഈ രണ്ട് ദറജകൾ തമ്മിലുള്ള അകലം, അന്തരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു, സ്വർഗത്തിലെ രണ്ട് ദറജകൾ തമ്മിലുള്ള അകലം ഈ ഭൂമിയും ആകാശവും തമ്മിലുള്ള അകലമാകുന്നു. ഒരായത്ത് പാരായണം ചെയ്യുമ്പോൾ ആകാശലോകത്തിലാണ് നമ്മുടെ പദവി എത്തുന്നത്, പിന്നെ വീണ്ടും പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്താണ്. അങ്ങനെ സ്വർഗലോകത്തിൽ അത്യുന്നതമായ അംബിയാ മുർസലീങ്ങളും മുഖറബീങ്ങളുമെല്ലാം വിരാജിക്കുന്ന സ്വർഗലോകത്തിലാണ് ഈ സാഹിബുൽ ഖുർആന്റെ സ്ഥാനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. ഇങ്ങനെ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാനുള്ള ആ കല നാം അഭ്യസിക്കേണ്ടതുണ്ട്. അവസാനമായി ഒരു ഹദീസ് കൂടി ഉദ്ധരിച്ചുകൊണ്ട്
നാം ഈ അഹ്കാമു തജ്വീദിന്റെ വിവരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അബീ ലുബാബ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് മണിച്ചുകൊണ്ട് രാഗത്തോടുകൂടി പാരായണം ചെയ്യുക. ഇതിൽ പറയുന്നത് മല്ലം യതഗന്ന ബിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മണിച്ചുകൊണ്ട് രാഗത്തോടുകൂടി പാരായണം ചെയ്യാത്തവൻ ഫലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. അവൻ വേറെ വല്ല മതവും നോക്കി വല്ല ദീനും സ്വീകരിച്ചു പോയിക്കോട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആൻ അത് ഈണത്തിലും രാഗത്തിലും അതിൻ്റെ അഹ്കാമു തജ്വീദോടുകൂടി പാരായണം ചെയ്യണം എന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ പാരായണ കല നല്ലപോലെ സ്വായത്തമാക്കുകയും അങ്ങനെ അത് രാവിലും പകലിലും പാരായണം ചെയ്തുകൊണ്ട് മഹത്തായ പുണ്യം കരസ്ഥമാക്കുകയും നാളെ സ്വർഗലോകത്തിൽ ഓരോ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ ഉത്തുംഗ പദവിയിൽ എത്തുകയും ചെയ്യുന്ന ആ മലക്കുകളോടൊപ്പമാണ് സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുജനങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇനി തജ്വീദ്, അഹ്കാമു തജ്വീദിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ക്രീൻ ഷെയർ പ്ലീസ്. എല്ലാവരും ഇവിടെ സ്ക്രീനിൽ ഈ ഷെയർ ചെയ്യുന്ന സ്ലൈഡ്സ് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഞാൻ വിവരിക്കുന്നത് കേൾക്കുകയും ചെയ്യുക. നെക്സ്റ്റ്. ഈ തജ്വീദ് പാഠങ്ങളിൽ ഒന്ന് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളാകുന്നു. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ട്, സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ. സാക്കിനായ നൂൻ, സാക്കിനായ മീം എന്ന് പറയുമ്പോൾ സാക്കിൻ എന്നാൽ സുക്കൂൻ ഉള്ളത് എന്നാകുന്നു അർത്ഥം, അഥവാ ഫത്ഹോ കിസ്റോ ലൊമ്മോ ഇല്ലാത്തത്. ഫത്ഹോ കിസ്റോ ലൊമ്മോ ഇല്ലാത്തതൊക്കെ സാക്കിനായത്, സുക്കൂനുള്ളത് എന്നാണ് പറയുക. അത് മുസ്ഹഫിൽ സുക്കൂൻ എഴുതിയോ എഴുതിയില്ലേ എന്നത് വിഷയമല്ല. ചില നിയമങ്ങൾ വരുമ്പോൾ സുക്കൂൻ എഴുതാറുണ്ട്, വേറെ ചില നിയമങ്ങൾ വരുമ്പോൾ എഴുതാതിരിക്കാറുണ്ട്. അതൊക്കെ അഹ്കാമു തജ്വീദ് പഠിക്കാത്തവരുടെ സൗകര്യാർത്ഥം ചെയ്യുന്നതാണ്. ഇവിടെ ഫത്ഹോ കിസ്റോ ലൊമ്മോ ഇല്ലാത്തതൊക്കെ സാക്കിനായ നൂനാണ്, അതുപോലെ തന്നെ സാക്കിനായ മീമാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് സാക്കിനായ മീമിൻ്റെ നിയമം. മൂന്ന്, തഫ്ഹീം തർക്കീഖ്, അഥവാ കനപ്പിക്കുക, നേരിയതാക്കുക. ഇനി അഹ്കാമു തജ്വീദിലുള്ള മറ്റൊരു പാഠം. നെക്സ്റ്റ്. മദ്ദിൻ്റെ നിയമങ്ങൾ, അഹ്കാമുൽ മദ്. അഞ്ചാമത്തെ പാഠം അലാമാത്തുൽ വഖഫ്. മുസ്ഹഫിൽ നമുക്ക് അടയാളങ്ങൾ കാണാൻ സാധിക്കും. ആ അടയാളങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചിലർക്ക് നിർത്തൽ അനുവദനീയമാണ്, ചിലർക്ക് അനുവദനീയമല്ല, ചിലർക്ക് കണ്ടിന്യൂ ചെയ്യലാണ് ബെറ്റർ. ഇങ്ങനെ ധാരാളം അടയാളങ്ങൾ കാണാൻ സാധിക്കും. ആ അടയാളങ്ങൾ വിവരിക്കുന്ന പാഠമാകുന്നു പാഠം 5. അടുത്തത് ഹുറൂഫുൽ ഖൽഖല, ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ, അതിനെക്കുറിച്ച് വിവരിക്കുന്ന പാഠമാകുന്നു. ഇനി ഇന്ന് നാം വേറെയും പാഠങ്ങളുണ്ട്. തർക്കീഖ്, തഫ്ഹീം. നെക്സ്റ്റ്
പേജ് പ്ലീസ്. ഓക്കെ, നാം ഇന്ന് വിവരിക്കാൻ പോകുന്നത് ഒന്നാമതായി സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളാകുന്നു. സാക്കിനായ നൂൻ തൻവീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ഫത്ഹ്, ഡബിൾ കിസ്ർ, ഡബിൾ ദമ്മ്, ഇതിനാണ് തൻവീൻ എന്ന് പറയുക. ഈ സാക്കിനായ നൂനിനും തൻവീനിനും ഒരേ പ്രൊനൗൺസ് ആണ്, ഒരേ ഉച്ചാരണമാണ്. ഇപ്പോൾ മീമിന് ഫത്ഹ് ഇട്ടുകൊണ്ട് സാക്കിനായ നൂൻ വന്നാൽ മൻ എന്നാണ് പറയുക. കിസ്റിട്ടുകൊണ്ട് സാക്കിനായ നൂൻ വന്നാൽ മിൻ എന്നാണ് പറയുക. അപ്രകാരം തന്നെ മീമിന് ഡബിൾ ഫത്ഹ് വന്നാൽ മൻ എന്നാണ് വായിക്കുക, ഡബിൾ കിസ്ർ വന്നാൽ മിൻ എന്നാണ് വായിക്കുക. രണ്ടിനും ഒരേ ഉച്ചാരണമായതുകൊണ്ട് ഈ ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ രണ്ടിനും ഒരേ നിയമങ്ങളാകുന്നു. അതുകൊണ്ടാണ് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ എന്നത് ഒരു പാഠമായി തീരുന്നത്. അടുത്തത്, സാക്കിനായ നൂനിനും തൻവീനിനും ആകെ 4 നിയമങ്ങളാണുള്ളത്. ആ 4 നിയമങ്ങൾ കാണിക്കുന്ന സ്ലൈഡ് വന്നിട്ടില്ല. 4 നിയമങ്ങളും കാണിക്കുന്ന സ്ലൈഡ് വന്നിട്ടില്ല. ഓക്കെ, ശരി, തിരിച്ചു പോകാം. സാക്കിനായ നൂനിനും തൻവീനിനും 4 നിയമങ്ങളാണുള്ളത്. 1 ഇൽഹാർ, 2 ഇദ്ഗാം, 3 ഇഖ്ഫാ, 4 ഇഖ്ലാബ്. അതിൽ ഒന്നാമത്തേത് ഇൽഹാറാണ് നാം ഇപ്പോൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഇൽഹാർ എന്നാൽ വെളിവാക്കുക എന്നാകുന്നു അർത്ഥം. ആ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശരിയായ ഉച്ചാരണം വെളിവാക്കണം. അവിടെ മണിക്കാനോ മറച്ചു വെക്കാനോ പാടുള്ളതല്ല. അഥവാ അതിൻ്റെ ശരിയായ ഉച്ചാരണം മറച്ചു വെക്കാൻ പാടില്ല, അതോടൊപ്പം അത് ഉന്നത്തോടുകൂടി ഓതാനും പാടില്ല. മറിച്ച് അതിൻ്റെ ശരിയായ ഉച്ചാരണം വെളിവാക്കണം. അത് എപ്പോഴാണ് വെളിവാക്കേണ്ടത്? ഇവിടെ കാണിച്ച ഈ 6 അക്ഷരങ്ങൾ വരുമ്പോൾ, ഈ 6 അക്ഷരങ്ങൾ ഹറൂഫുൽ ഹൽഖിയ എന്ന് പറയും, അഥവാ നമ്മുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ. തൊണ്ടയുടെ താഴെ ഭാഗത്ത് നിന്നാണ് ഹംസ, ഹ എന്നീ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഐൻ, ഹ എന്നീ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. തൊണ്ടയുടെ മേലെ ഭാഗത്ത് നിന്നാണ് ഖൈന്, ഹ എന്നീ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഈ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഹറൂഫുൽ ഹൽഖിയ അഥവാ ഈ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6-ലൊരക്ഷരം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം വന്നാൽ ആ തൻവീൻ അല്ലെങ്കിൽ സാക്കിനായ നൂൻ വെളിവാക്കിക്കൊണ്ട് മണിക്കാതെ ഓതണം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ഉദാഹരണം യൗമ ഇദിൻ, വുജൂഹുൻ യൗമ ഇദിൻ. അവിടെ തൻവീൻ വന്നു, ശേഷം ഹ ആണ് വന്നത്. ഈ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാകുന്നു ഹ. അതുകൊണ്ട് തന്നെ അവിടെ പാരായണം ചെയ്യേണ്ടത് വുജൂഹുൻ യൗമ ഇദിൻ ഖാശിയ, വുജൂഹുൻ യൗമ ഇദിൻ ഖാശിയ, യൗമ ഇദിൻ. കണ്ടോ, ആ തൻവീൻ അതിൻ്റെ ശരിയായ ഉച്ചാരണം വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്തു. അടുത്തത് തസ്ലാ നാറൻ, തൻവീനു ശേഷം ഹ വന്നു. തസ്ലാ നാറൻ ഹാമിയ, തസ്ലാ നാറൻ ഹാമിയ, അവിടെയും വെളിവാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്തത്. അടുത്തത് മിൻ ഐനിൻ, അവിടെ സാക്കിനായ നൂനാണ് വന്നത്. നേരത്തെ കണ്ടത് തൻവീനിൻ്റെ ഉദാഹരണമാണ്, ഇവിടെ സാക്കിനായ നൂനിൻ്റെ ഉദാഹരണമാണ്. ഐനിൻ, അവിടെ സാക്കിനായ, അവിടെ തൻവീന് ശേഷം ഹംസയാണ് വന്നത്. അപ്പോൾ ഒരിടത്ത് ഐന് വന്നു, രണ്ടാമത്തെ സ്ഥലത്ത് ഹംസ വന്നു. രണ്ടും ഉച്ചരിക്കുമ്പോൾ ഇൽഹാറാക്കിക്കൊണ്ട് വേണം ഉച്ചരിക്കാൻ. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തുസ്ഖാ മിൻ ഐനിൻ ആനിയ. കണ്ടോ? ഇനി അടുത്തത് ഫഅമ്മാ മൻ അഅ്താ, സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നു. നേരത്തെ തൻവീനിന് ശേഷമാണ് ഹംസ വന്നിരുന്നത്. فأما من أعطى واتقى,
فأما من أعطى واتقى من أعطى വെളിവാക്കി. അടുത്തത് وما يغني عنه അൻഹു സാക്കിനാനുവിന് ശേഷം ഹ ആണ് വന്നത്. وما يغني عنه ماله إذا تردى وما يغني عنه ماله إذا تردى. അടുത്തത് മിൻ അലഖ് മിൻ അലഖ് സാക്കിനാനുവിന് ശേഷം ഐൻ വന്നിരിക്കുന്നു. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് അവിടെയും ഇദ്ഹാറാക്കിക്കൊണ്ട് പാരായണം ചെയ്തു. ഇനി നാം നേരത്തെ തന്നെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത റൗണ്ട് മുതൽ അത് മാറ്റാനായിട്ടില്ല. അടുത്ത റൗണ്ട് മുതൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഓരോ കുട്ടികളോടും 3 നിയമങ്ങൾ ചോദിക്കും. അതെങ്ങനെയാണ് ചോദിക്കുക? ഈ ആദ്യത്തെ ആയത്ത് ഉജൂഹു യൗമ ഇദിൻ ഖാശിയ, ആ ആയത്തിൽ യൗമ ഇദിൻ എന്നിടത്ത് തൻവീനിന് നേരെ ഒരു ആരോ ഇങ്ങനെ കാണിക്കും. ഒരു ആരോ, ആ കർസർ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആ ആരോ യൗമ ഇദിൻ എന്ന തൻവീന്റെ സ്ഥാനത്ത്, യൗമ ഇദിൻ ആ വേർഡിന്റെ എൻഡിൽ. ഓക്കെ, മേലെയാണ് കാണിക്കുക, മേലെ നിന്ന് ടോപ്പിൽ നിന്ന് താഴോട്ടാണ് കാണിക്കുക നിങ്ങളുടെ ചോദ്യത്തിൽ. ഓക്കെ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം പറയുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പൊ നിങ്ങളിപ്പോൾ പാരായണം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൽഹാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടി. ഇൽഹാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടി. ഇങ്ങനെ ഈ എക്സാമ്പിൾസിൽ ഇൽഹാർ വന്നിടത്ത് ഇങ്ങനെ അത് വലിയൊരു ആരോ ആയിരിക്കും, നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി കാണാൻ സാധിക്കും. അത് ആ നിയമത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. അടുത്തത് നെക്സ്റ്റ്. ഓക്കെ, അടുത്തത് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും 4 നിയമങ്ങളിൽ രണ്ടാമത്തേത് ഇദ്ഗാം. ഇദ്ഗാം എന്നാൽ ഇരട്ടിപ്പിക്കുക അഥവാ ഷദ് വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇവിടെ കാണിച്ച 6 അക്ഷരങ്ങൾ യാ, റാ, ലാമ്, മീമ്, വാവ്, നൂന്, ഈ 6 അക്ഷരം വന്നാൽ ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഇവയിലേക്ക് ചേർത്തോതും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ അക്ഷരങ്ങൾക്ക് ഷദ് വരും. ആ 6 അക്ഷരങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി അതൊരു വാക്കാക്കിയിരിക്കുകയാണ് യർമലൂന. യർമലൂന എന്ന വാക്ക് ഓർത്താൽ മതി. ഇപ്പോൾ 6 അക്ഷരങ്ങൾ ഇദ്ഹാറിനായി, 6 അക്ഷരങ്ങൾ ഇദ്ഗാമിനായി, 12 അക്ഷരങ്ങൾ. ഇനി ഈ ഇദ്ഗാമിന്റെ ഉദാഹരണങ്ങൾ കാണാം. ഉദാഹരണം കാണുന്നതിന് മുൻപ് ഈ ഇദ്ഗാമിനെ 2ആക്കി വിഭജിച്ചിട്ടുണ്ട്. ഇദ്ഗാമിനെ 2ആക്കി വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇദ്ഗാമും ബിഗുന്ന, മണിച്ചുകൊണ്ട് ചേർത്തി ഓതുക. മണിച്ചുകൊണ്ട് എവിടെയാണ് ചേർത്തി ഓതേണ്ടത്? സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇവിടെ കാണിച്ച 4 അക്ഷരം വരികയാണെങ്കിൽ നൂൻ, വാവ്, മീമ്, യാ, അതും ഓർക്കാൻ സൗകര്യത്തിന് ഒരു വാക്കാക്കിയിരിക്കുകയാണ് നൗമി. നൗമി എന്ന വാക്കിലുള്ള 4 അക്ഷരം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം വരികയാണെങ്കിൽ അവിടെ മണിച്ചുകൊണ്ട് ചേർത്തി ഓതുകയാണ് വേണ്ടത്. അവിടെ ഷദ് വരും, പക്ഷെ അവിടെ മണിച്ചുകൊണ്ടാണ് ചേർത്തി ഓതുക. അപ്പൊ ഇവിടെ കാണിച്ച ഉദാഹരണം നോക്കുക. ഔ കസയ്യിബിൻ, തൻവീന് ശേഷം മീമ് വന്നു. ഓക്കെ, ഇനി ളുലുമാത്തുൻ, തൻവീന് ശേഷം വാവ് വന്നു. ളുലുമാത്തുൻ. ഓക്കെ, അടുത്തത് വറാഅദുൻ, അവിടെയും തൻവീന് ശേഷം വാവ് ആവർത്തിച്ചു. ഇനി ബർഖുൻ, തൻവീനിന് ശേഷം യാ വന്നു. അപ്പോ ഇവിടെ മീമ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി നൂൻ മാത്രമാണ് വരാൻ ബാക്കിയുള്ളത്. ഇവിടെ ഞാൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ തൻവീനിനെ എപ്രകാരമാണ് മണിച്ചുകൊണ്ട് ഈ അക്ഷരത്തിലേക്ക് ചേർത്തി ഓതുന്നത്, എപ്രകാരമാണ് അവിടെ ഷദ് വരുന്നത് എന്ന്. ഔ കസ്വയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ്.
أو كصيب من السماء فيه ظلمات ورعد ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. കണ്ടോ? കസ്വയ്യിബിമ്മിന ഷദ് വന്നു. ഇതാണ് ഇദ്ഗാം, ഇരട്ടിപ്പിക്കുക, ഷദ് വരിക. ദുലുമാത്തും വറഅദ്, അവിടെയും ആ വാവിന് ഷദ് വന്നു. വബർഖുൻ യജ്അലൂന, അവിടെ യാനും ഷദ് വന്നു. ഇങ്ങനെയാണ് സാക്കിനാനിന് ശേഷം ഈ നാലാല് അക്ഷരം വന്നു കഴിഞ്ഞാൽ പാരായണം ചെയ്യേണ്ടത്. ഇനി അടുത്തത് നെക്സ്റ്റ്. സാക്കിനാനിനും തൻവീനും 4 നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് ഇൽഹാർ നമ്മൾ കണ്ടു. ഇദ്ഗാമിനെ നമ്മൾ 2 പാർട്ടാക്കി. ആ 2 പാർട്ടിൽ ഒന്ന് ഇദ്ഗാം ബിഗുന്നയായിരുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളാണ് ആയത്ത് പൂർണ്ണമായി കൊടുക്കാതെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻഷാ അല്ലാഹു തആല റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് കൂടുതൽ ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ നാമുഖം വിവരിക്കേണ്ടത് ഉണ്ടായത് കൊണ്ട് നമ്മുടെ ഉദ്ദേശിച്ച ഭാഗം പൂർത്തീകരിക്കാൻ നമുക്ക് കുറച്ച് വിശദീകരണം കുറയ്ക്കേണ്ടി വരും. അടുത്തത് നെക്സ്റ്റ്. ഇതിൽ ഒരു ഉദാഹരണം മാത്രം നേരത്തെ വന്നിട്ടില്ലാത്തത്, സാക്കിനായ നൂനിന് ശേഷം നൂന് വന്നത് അവിടെ നമ്മൾ ഉദാഹരണം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സെക്കൻഡ് കോളം നോക്കുക, ടോപ്പിന്ന്. മിൻ നിഅമത്തിൻ, സാക്കിനായ നൂനിലേക്ക് ചേർത്തി ഓതി. അപ്പോൾ അവിടെ ഷദ് വന്നു. യൗമഇദിൻ നാഇമ വുജൂഹു യൗമഇദിൻ നാഇമ. ഇതോടുകൂടി ഇദ്ഗാം ബിഗുന്നയുടെ 4 ഉദാഹരണങ്ങളും നാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വിവരിക്കാനുള്ളത്, ഇദ്ഗാമിനെ നമ്മൾ 2 പാർട്ടാക്കി. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, അത് നാം വിവരിച്ചു. 4 അക്ഷരങ്ങളാണ് അവക്കുള്ളത്. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ ചേർത്തി ഓതാനുള്ള 2 അക്ഷരങ്ങൾ. യർമലൂന എന്ന വാക്കിലുള്ള 6 അക്ഷരങ്ങളിൽ 4 എണ്ണം ഇദ്ഗാം ബിഗുന്ന നാം ഉദാഹരണ സഹിതം കണ്ടു കഴിഞ്ഞു. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ ചേർത്തി ഓതാനുള്ള 2 അക്ഷരങ്ങൾ. ലാമ്, റാ എന്നീ അക്ഷരങ്ങളാണ് അവ. ഹർഷിദ്, ഇത് പറ്റി സ്ക്രീൻ ഷെയർ. ഹർഷിദ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഹർഷിദ്, ഓക്കെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇദ്ഗാം ബിലാ ഗുന്ന, ലാമ്, റാ എന്നീ അക്ഷരങ്ങളാണ്. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാം അല്ലെങ്കിൽ റാ വരികയാണെങ്കിൽ ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മണിക്കാതെ ഇവിടെ ചേർത്തി ഓതുകയാണ് വേണ്ടത്. അപ്പോഴും ഷദ് വരും. ഇദ്ഗാം എന്നാൽ ഷദ്ദാണ്, ഷദ് വരും. പക്ഷെ മറ്റേത് മണിച്ചുകൊണ്ട് ചേർത്തി ഓതുമ്പോഴാണ് ഷദ് വരിക, ഇവിടെ മണിക്കാതെ ചേർത്തി ഓതുമ്പോഴാണ് ഷദ് വരിക എന്നതാണ് വ്യത്യാസം. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. മിർ റിസ്ഖിൻ, സാക്കിനായ നൂനിന് ശേഷം റാ വന്നു. അടുത്തത് ഫി അഈശത്തി റാദിയ, തൻവീന് ശേഷം റാ വന്നു. മൂന്നാമത്തെ ഉദാഹരണത്തിൽ മില്ലദുന്ന, സാക്കിനായതിനു ശേഷം ലാമ് വന്നു. അവിടെ 3 സ്ഥലത്തും മണിക്കുകയില്ല. ഇനി ഉദാഹരണം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. എവിടെയാണ് കുഴപ്പം? എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണോ? ഹർഷിദ്, ഹർഷിദ്,
ഹർഷിത് ഒന്ന് റിപ്ലൈ ചെയ്താൽ കൊള്ളാം. കേൾക്കുന്നില്ലേ? എന്റെ നെറ്റ് ഇഷ്യൂ ആണോ? അല്ല അല്ല, എന്താണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ഉദാഹരണം. فهو في عيشة راضية فهو في عيشة راضية. അവിടെ തൻവീന് ശേഷം റാ വന്നു, മണിക്കാതെ ഓതി. ഇങ്ങനെ ഓതുമ്പോൾ ഫലത്തിൽ അവിടെ തൻവീന് അല്ലെങ്കിൽ സാക്കിനായ നൂന് ഇല്ലാത്തതുപോലെ ഇരിക്കും. എന്നാൽ തൊട്ടടുത്തുള്ള റായിനോ ലാമിനോ ഷദ് വരികയും ചെയ്യും. മൂന്നാമത്തേത് ലാമിന്റെ ഉദാഹരണമാണ്. وإذا لآتيناهم من لدنا أجرا عظيما. وإذا لآتيناهم من لدنا أجرا عظيما. من لدنا അവിടെ സാക്കിനായ നൂനിന് ശേഷം ലാമ് വന്നതുകൊണ്ട് അവിടെ മണിക്കാതെ ചേർത്തി ഓതി. ഇതോടുകൂടി നാം ഇദ്ഗാം എന്ന നിയമം പഠിച്ചു കഴിഞ്ഞു. ഇദ്ഗാം എന്നാൽ ഇരട്ടിപ്പിക്കുക, ഷദ് വരിക എന്നാകുന്നു അർത്ഥം. യർമലൂന എന്ന വാക്കിലുള്ള 6 അക്ഷരങ്ങൾ വരുമ്പോഴാണ് ഇദ്ഗാം ചെയ്യുക. അതിൽ തന്നെ നൗമി എന്ന വാക്കിലുള്ള 4 അക്ഷരങ്ങൾ വരുമ്പോൾ മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. അതേസമയത്ത് ലാം, റാ എന്നീ അക്ഷരങ്ങൾ വരുമ്പോൾ മണിക്കാതെയാണ് ചേർത്തി ഓതേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് നിയമം ചോദിക്കുകയാണ്. ആദ്യത്തെ ഉദാഹരണത്തിലെ മിർ റിസ്ഖിൻ എന്നിടത്ത് കർസർ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ അവിടെ പറയേണ്ടത് ഇദ്ഗാമും ബിലാഗുന്ന എന്നാകുന്നു, മണിക്കാതെ ചേർത്തി ഓതുക. അത് അറബിയിൽ തന്നെ പറഞ്ഞുകൊള്ളണമെന്നില്ല, മലയാളത്തിൽ പറയാവുന്നതാണ്. ഇനി മലയാളത്തിലും പറയാൻ കഴിയാത്തവർക്ക് ഇംഗ്ലീഷിലും പറയാവുന്നതാണ്. ആ ആൻസർ വേണം എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ മാർക്ക് ലഭിക്കും. ഇനി സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളിൽ നമുക്ക് മൂന്നാമത്തേത് ഇഖ്ഫ ആണ് പഠിക്കാനുള്ളത്. ഇഖ്ഫ. നെക്സ്റ്റ് പേജ് പ്ലീസ്. ഓക്കെ, ഇഖ്ലാബാണ് ആദ്യം. ഇഖ്ലാബിന് ആകെ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ, ഒരക്ഷരം. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വരികയാണെങ്കിൽ അവിടെ ഇഖ്ലാബ് ആക്കിക്കൊണ്ടാവതേണ്ടത്. എന്താണ് ഇഖ്ലാബ്? ഇഖ്ലാബ് പറഞ്ഞാൽ മാറ്റി മറിക്കുക എന്നാണ് അർത്ഥം. ആ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി മറിച്ചുകൊണ്ട് ഓതണം, അതോടൊപ്പം മണിക്കുകയും വേണം. അതിന് ബാ എന്ന അക്ഷരം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ 6 ഇൽഹാർ പഠിച്ചു, 6 ഇദ്ഗാം പഠിച്ചു, ഒരക്ഷരം ഇഖ്ലാബ്, 13 അക്ഷരങ്ങൾ. ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ കാണാം. ഓക്കെ, ഇവിടെ കല്ല ലയും ബദന്ന, ലയുൻ സാക്കിനായ നൂൻ വന്നു ശേഷം ബാ ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുക? ലയുൻ എന്ന സാക്കിനായ നൂനിന്റെ ഉച്ചാരണം വരില്ല, മറിച്ച് ലയും മീമിന്റെ ഉച്ചാരണമാണ് വരിക. كلا لينبذن في الحطمة. كلا لينبذن في الحطمة. لينبذن. അടുത്ത ഉദാഹരണം. كلا لئن لم ينته لنسفعا بالناصية. لنسفعا بالناصية. ലനസ്ഫളൻ തൻവീന് ശേഷം ബാവ് വന്നു, അതുകൊണ്ട് ലനസ്ഫളൻ എന്ന തൻവീന്റെ ഉച്ചാരണമല്ല, അവിടെ ലനസ്ഫളം മീമിന്റെ ഉച്ചാരണമാണ് വരേണ്ടത്. അതോടൊപ്പം 2 ഹർക്കത്ത് മണിക്കുക കൂടി വേണം. അടുത്തത് മൂന്നാമത്തെ ഉദാഹരണം. വഅമ്മാമൻ സാക്കിനായതിനു ശേഷം ബാവ് തന്നെ വന്നു. വഅമ്മാമൻ ബഖില വസ്തഗ്ന. നാലാമത്തെ ഉദാഹരണം. വഅൻത ഹില്ലു بهذا البلد. وأنت حل بهذا البلد. ഇതിലേതിലെങ്കിലും ഒന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ നൽകേണ്ട ഉത്തരം ഇഖ്ലാബ് എന്നാകുന്നു, എന്നാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അടുത്തത് സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും അവസാനത്തെ നിയമം ഇഖ്ഫ. അതുകൂടെ വിവരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് 45 മിനിറ്റ് നേരം ക്ലാസ് ഉണ്ടാകും.
അന്ന് നമ്മൾ ഡയറക്റ്റ് റൂൾസ് വിവരിക്കുകയാണ് ചെയ്യുക. ഇന്നത്തെ പോലെ ആമുഖം വിവരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഭാഗം കവർ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇത് ഇൽഹാറിന് 6 അക്ഷരം, ഇദ്ഗാമിന് 6 അക്ഷരം, 6 6 12ആയി. ഇഖ്ലാബിന് 1 അക്ഷരം 13. അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളിൽ 13 കിഴിച്ചാൽ ബാക്കി 15 അക്ഷരങ്ങൾ. ഈ 15ഉം ഇഖ്ഫാഇന് ഉള്ളതാണ്. ആ അക്ഷരങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഓർത്തിരിക്കേണ്ടതില്ല. കാരണം ഇൽഹാറിൻ്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരം ഓർക്കുക. ഇദ്ഗാമിൻ്റെ യർമലൂന എന്ന വാക്കിലുള്ള 6 അക്ഷരങ്ങൾ ഓർക്കുക. പിന്നെ ഒരേ ഒരു അക്ഷരമായ ബാ 13. ഈ 13 അക്ഷരങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ ഇഖ്ഫ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ഇഖ്ഫാഇൻ്റെ ഉദാഹരണത്തിലേക്ക് കിടക്കാം. ഇഖ്ഫ എന്നാൽ മറച്ചു വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് മറച്ചു വെക്കുക? സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശരിയായ ഉച്ചാരണം മറച്ചു വെക്കുക, എന്നിട്ട് മണിച്ചു കൊണ്ടോതുക. ഇതാണ് ഇഖ്ഫ. ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇവിടെ സാക്കിനായ നൂനിന് ശേഷം സ വന്നു, ഇഖ്ഫ ആണ്. ആയത്തിൻ്റെ തന്നെ അവസാനത്തിൽ മാ അൻ, തൻവീനിന് ശേഷം സ വന്നു, അതും ഇഖ്ഫ ആകുന്നു. അവിടെ രണ്ടിടത്തും ആ സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ഉച്ചാരണം കേൾക്കാൻ പാടില്ല. ശരിയായ ഉച്ചാരണം മറച്ചു വെക്കുക, എന്നിട്ട് പഠിക്കുക. എന്ന് നൂനിൻ്റെ ഉച്ചാരണം കേൾക്കാതെ മറച്ചു വെക്കുക. അതുപോലെ തന്നെ അവസാനം ഇനി ഞാൻ ആയത്തോതുമ്പോൾ ഞാൻ വിവരിക്കൂല. ആ പ്രത്യേകം റെഡ് കളർ കൊടുത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളിടത്ത് അവിടെ ഇഖ്ഫ ആകുന്നു. അവിടെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഞാൻ ഒരുമിച്ച് ഉദാഹരണങ്ങൾ പാരായണം ചെയ്യുകയാണ്. يوم ينفخ في الصور فتأتون أفواجا وبنينا فوقكم سبعا شدادا ذلك يوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العظيم. അപ്പോൾ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ ആ സാക്കിനായ നൂനിനെയും തൻവീനിനെയും അതിൻ്റെ ശരിയായ ഉച്ചാരണം വെളിവാക്കാതെ മറച്ചു വെച്ചുകൊണ്ട് 2 ഹർക്കത്ത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഇതിനാണ് ഇഖ്ഫ എന്ന് പറയുക. ഇതോടുകൂടി സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ പൂർണ്ണമായി നാം പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ നേരെയാണ് നിങ്ങളുടെ ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ഇഖ്ഫ എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. ഈ രൂപത്തിൽ നിയമങ്ങൾ ജൂൺ 1 ആകുമ്പോഴേക്ക് നിങ്ങൾ പഠിച്ച് നല്ലപോലെ തറവാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ആ റൗണ്ടിൽ 3 ഔട്ട് ഓഫ് 3 മാർക്ക് നേടിക്കൊണ്ട് നിങ്ങൾക്ക് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുക. 3rd റൗണ്ടിൽ എത്തുന്ന ഈ 2nd റൗണ്ടിൽ നിന്ന് 3rd റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് 5 കുട്ടികളെ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കും. ഈ റൂൾസിൻ്റെ മാർക്കും പാരായണത്തിൻ്റെ മാർക്കും ആഡ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് സ്കോറർമാരായ 5 പേരെയാണ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുക. എന്ന് മാത്രമല്ല, ജൂലൈ 13-ാം തീയതി കൊയിലാണ്ടി മുനാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഭാഗത്ത് നിന്നും 3 റൂൾസ് അവിടെയും ചോദിക്കും. ഒരുപക്ഷെ ഒരു നിയമത്തിന് ഉത്തരം നൽകാൻ കഴിയാതിരുന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് ആയിരിക്കാം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ 2nd റാങ്ക് ആയിരിക്കാം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ 3rd റാങ്ക് ആയിരിക്കാം. 3 ഔട്ട് ഓഫ് 3 ആൻസർ ചെയ്യുന്നവർക്ക് മാത്രമേ
ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാം സമ്മാനം നമുക്കറിയാം, കാറ്റഗറി 3-യിൽ വിഭാഗത്തിന് 50,000 രൂപയാണ്. രണ്ടാം സ്ഥാനക്കാർക്ക് 40,000 ആണ്. മൂന്നാം സ്ഥാനക്കാർക്ക് 30,000 ആണ്. പ്രോത്സാഹന സമ്മാനങ്ങൾ 10,000 രൂപ വീതമാണ്. കാറ്റഗറി 2 വിഭാഗത്തിൽപ്പെട്ടവർക്ക് 25,000, 20,000, 50,000, 5,000 ഈച്ച് പ്രോത്സാഹന സമ്മാനം. ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, സമ്മാനാർഹരാകണമെങ്കിൽ, പരമലക്ഷ്യമായ പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രാവീണ്യം നേടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പുണ്യവും നാളെ സ്വർഗലോകത്തിൽ അത്യുന്നതമായ മൻസിലത്തും ദറജയും കരസ്ഥമാക്കണമെങ്കിൽ നാം ഈ അഹ്കാമത്ത് തജ്വീദ് നല്ലപോലെ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ നല്ലപോലെ ഗ്രഹിക്കുകയും അങ്ങനെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തുകൊണ്ട് അത്യാദരണീയരായ മലക്കുകളുടെ സ്ഥാനത്തെത്തിച്ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഞായറാഴ്ച ഇതേ സമയം, ഇന്ത്യൻ സമയം 7 മണിക്ക് വീണ്ടും ക്ലാസ് ഉണ്ടാകും. 45 മിനിറ്റ് സമയം മാത്രമാണ് അതുണ്ടാകുക. ഇൻഷാ അല്ലാഹു തആല ഒരു 3-4 ക്ലാസ്സുകൾ കൊണ്ട്, ഇനി ഒരു 3-4 ക്ലാസ്സുകൾ കൊണ്ട് ഈ നിയമങ്ങൾ പൂർത്തിയായി നമുക്ക് പഠിക്കാൻ സാധിക്കും. നാം ഇവിടെ ക്ലാസ് എടുക്കുന്ന ഭാഗത്ത് നിന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. നാം ക്ലാസ് എടുക്കാതെ 1-2 പാഠങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.